കേരളത്തിലെ ചാനലുകൾ മിക്ക ചാനലുകളും ആഘോഷമാക്കിയ ഒരു വാർത്തയാണ് മുണ്ടക്കൈ ചുഴൽവാസികൾക്ക് ലീഗ് നൽകിയ വീടിനെ പറ്റി. സത്യത്തിൽ വീട് കണ്ടിട്ടുള്ള ആ സെറ്റപ്പ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് തോന്നും ഇത് ഗൾഫിലെങ്ങാനുമുള്ള യൂറോപ്യന്മാർ താമസിക്കുന്ന വില്ലയാണ് എന്ന്. അത്രയ്ക്ക് മനോഹരമായി സെറ്റിൽ ചെയ്തു. കളിസ്ഥലം ഉൾപ്പെടെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് മുസ്ലിം ലീഗ് ഈ 51 വീട് സജ്ജീകരിച്ചിരിക്കുന്നത്. ബാക്കി 104 വീടുകൾ ജൂണിൽ തന്നെ അവർ പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളം മാതൃകയാക്കേണ്ട ഒരു സംഭവമാണ് ലീഗ് ചെയ്തിരിക്കുന്നത്. 10 വർഷം അധികാരത്തിൽ നിന്നിട്ടും ലീഗ് അതിൻ്റെ അണികളെക്കൊണ്ട് സാധിപ്പിച്ചെടുത്ത വലിയ സംഗതിയാണ് ഈ 51 വീടുകളുടെ നിർമ്മാണവും അതിനകത്തെ സൗകര്യങ്ങളും. ലീഗിനെ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ഇതുപോലെ ഒരു വീടുണ്ടാക്കിയിട്ട് സുഖ സൗകര്യങ്ങൾ താമസിക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന ഏതെങ്കിലും പാർട്ടികൾക്ക് സാധിക്കുമോ? വാക്ക് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, വാഗ്ദാനം പാലിക്കാനുള്ളതാണ്, അത് നിരസിക്കാനുള്ളതല്ല. ഇവിടെ ലീഗ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാൽ എത്ര മനോഹരമാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയേകുന്നു. അവരുടെ സന്ദേശം, അവരുടെ മനസ്സിൽ നുരഞ്ഞു പൊങ്ങുന്ന സന്തോഷമായിരുന്നു പാലുകാച്ചലിൽ ആ പാത്രത്തേക്കിലൂടെ ഒഴുകിയെത്തത്.